നമസ്കാരം. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ ഇപ്പോൾ ഏറ്റവും വിഷമകരമായ, ഏറ്റവും പ്രതിസന്ധികരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്മയിലെ ഒരുപാട് ആളുകൾ, ഒരുപാട് അംഗങ്ങൾ ഇപ്പോൾ പീഡന കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാമ്യത്തിലാണ്. ഒരുപാട് പേർ അതിൻ്റെ ആരോപിതരായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഒരുപാട് പേരുടെ പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കേസ് വന്നപ്പോൾ, നേരത്തെ സിദ്ദിഖിൻ്റെ പേരിൽ ഒരു ആരോപണമുണ്ടായപ്പോൾ അമ്മയുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാജിയിലേക്ക് വന്നത്. എന്നാൽ അമ്മ ഇപ്പോൾ അതിവിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരിക്കുകയാണ്. അടുത്ത മാസം, അതായത് ഒക്ടോബർ പകുതിയോടുകൂടി അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് അറിയുന്നത്. അമ്മയിലേക്ക് ആരാണ് പ്രസിഡൻ്റായി വരിക, ആരാണ് ജനറൽ സെക്രട്ടറിയായി വരിക എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കാരണം ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരാളെ മുൻനിർത്തിക്കൊണ്ട് അമ്മയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് അമ്മയിലെ പ്രധാന ആളുകളൊക്കെ ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആരെയാണ് അമ്മയുടെ പ്രസിഡൻ്റായിട്ട് അവരോധിക്കുക? മോഹൻലാൽ എന്തായാലും ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മോഹൻലാൽ ഇല്ല എങ്കിൽ അമ്മയുടെ അംഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന, എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യനായ ഒരാൾ തന്നെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് വരണം എന്നുള്ളത് ഉണ്ട്. അത് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേര് സജസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. കാരണം മമ്മൂട്ടി അമ്മയുടെ പ്രസിഡൻ്റായി എത്തിയാൽ എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തി എന്ന നിലയിൽ, മാത്രവുമല്ല അമ്മയുടെ ഏറ്റവും മുതിർന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ, മെഗാ സ്റ്റാർ എന്ന നിലയിൽ എല്ലാവർക്കും സ്വീകാര്യൻ തന്നെയാകും മമ്മൂട്ടി. അതുകൊണ്ട് മമ്മൂട്ടിയുടെ പേരിന് വലിയ തോതിൽ പ്രസക്തിയുണ്ട്. എന്നാൽ മമ്മൂട്ടി ഇപ്പോൾ ഇനി ഈ ഒരു സ്ഥാനത്തേക്ക് വരുമോ എന്നത് നിശ്ചയമില്ല. പക്ഷേ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം മമ്മൂട്ടിയോട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. മോഹൻലാലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരുമൊക്കെ മമ്മൂക്ക ഈ സ്ഥാനത്തേക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും വരണം, ഇത്രമാത്രം വിഷമഘട്ടമായ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുന്ന സമയം വരെയെങ്കിലും മമ്മൂട്ടി ഇതിൻ്റെ തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടാണ്. ഇത്തരത്തിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്നാൽ മറ്റേ സ്ത്രീപക്ഷ സംഘടനയും കൂടി, അതായത് വിമൺ ആക്ടിവിസ്റ്റിൻ്റെ സംഘടനയെ കൂടി പിന്തുണയ്ക്കുമെന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് തന്നെ മമ്മൂട്ടി ഇതിൻ്റെ സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടാണ്. പക്ഷേ മമ്മൂട്ടി ഇതുവരെയും അത്തരത്തിലുള്ള ഒരു അനുകൂലമായ നിലപാടിലേക്ക് എത്തിയിട്ടില്ല. മമ്മൂട്ടി വരാതെ വന്നാൽ, അതായത് മമ്മൂട്ടി ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താതിരുന്നാൽ മറ്റൊരു പേര് കൂടി കരുതി വയ്ക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ കൂടുതൽ ആളുകളും കണ്ടെത്തിയിരിക്കുന്നത് നടൻ പൃഥ്വിരാജിൻ്റെ പേരാണ്. നടൻ പൃഥ്വിരാജും ഇത്തരത്തിൽ പൊതുവെ ഒരു സ്വീകാര്യനായ വ്യക്തി തന്നെയാണ്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, നിലപാടുകളിൽ മായം ചേർക്കാത്ത വ്യക്തി എന്ന നിലയിൽ, സുകുമാരൻ്റെ മകൻ എന്ന നിലയിൽ ഒക്കെ വളരെ സ്വീകാര്യനാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും, മോഹൻലാലിനും സ്വീകാര്യൻ തന്നെയാണ്, മമ്മൂട്ടിക്കും സ്വീകാര്യനാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പേരിന് കൂടി ആക്കം കൂടുകയാണ്. ഒന്നെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കാരണം വിഷമഘട്ടം, ഏറ്റവും പ്രതിസന്ധി ഘട്ടം, അത് അതിജീവിച്ചേ തീരൂ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുകൾ ഒരാളിലേക്ക് വരും. ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയാൽ അതിന് മറ്റൊരു പേരിലേക്ക് വരുന്നില്ല. അത് ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് തന്നെ എത്തും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ജഗദീഷും നിലപാടുകളിൽ മായം ചേർക്കാത്ത, നിലപാടുകൾ ഉറച്ചു പറയാൻ കഴിയുന്ന ആൾ തന്നെയാണ്. മറ്റ് ആരോപണങ്ങളൊന്നും ഇതുവരെയും നേരിടാത്ത ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈ 3 പേരെയാണ് പ്രത്യേകമായും പരിഗണിക്കുന്നത്. പ്രസിഡൻ്റായിട്ട് മമ്മൂട്ടിയോ പൃഥ്വിരാജോ എത്തും, ജനറൽ സെക്രട്ടറിയായിട്ട് ജഗദീഷ് തന്നെ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവായി പറഞ്ഞു കേൾക്കുന്നത്.